തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അനു, നിന്റെ ചേച്ചിക്ക് പാചകം ചെയ്യാനാ അറിയാത്തത്, തല്ല് പിടിക്കാൻ നന്നായിട്ട് അറിയാം. രമേശേട്ടാ, ശ്രേയ മോള് പുറത്തുനിന്ന് കഴിച്ചാ ഈ വീടിന്റെ ഓടും കഴുക്കോലും താഴെ വീഴുമെന്ന് പറഞ്ഞാ ഇവള് ഭക്ഷണം കൊണ്ട് പോയത്. എന്തൊരു സ്നേഹമാ. ശ്രേയ പിണങ്ങിപ്പോയെങ്കിലും ഇപ്പോഴും ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാ ഞാൻ ഭക്ഷണം കൊണ്ട് പോയത്. അത് മനസ്സിലാക്കി ശ്രേയ തിരിച്ചു വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. ഓ കഷ്ടം. എന്റെ മോനെയും പൊന്നൂനെയും ഒന്നിപ്പിക്കാനാണ് നീ അത് ചെയ്തെന്ന് ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കുന്ന വട്ടന്മാരോട് പോയി പറ, അവര് വിശ്വസിക്കും. അമ്മായി, എന്റെ ഭാര്യ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട. എന്തിനാ മോളെ എന്നോട് പറയാതെ ഭക്ഷണം കൊണ്ടുപോയത്? നിന്റെ മനസ്സിന് നന്മയൊന്നും ഇവിടെ ആർക്കും മനസ്സിലാവില്ല, മനസ്സിലാക്കിയില്ല. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. നന്മ ഈ കുടുംബത്തിൽ കേറി വന്ന് നമ്മളെല്ലാം തല്ലിപ്പിക്കുന്ന അവസ്ഥയിലാക്കിയവളാ. വലിയൊരു നന്മ മരം. എല്ലാവരും ഒരുമിച്ച് കൂട്ടുകുടുംബമായിട്ട് പോകണമെന്നാ എന്റെ ആഗ്രഹം. ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കേ. നിന്നെ വിശ്വസിക്കാനോ? ലോകത്തിലെ വേറെ ആര് വിശ്വസിച്ചാലും നിന്നെ മാത്രം വിശ്വസിക്കില്ല. തുണിക്കച്ചറക്കാരി, ഇതെന്റെ ലാസ്റ്റ് വാണിംഗാ. ഇനി എന്റെ ജീവിതത്തിലെ തലയിടാൻ വന്നാലുണ്ടല്ലോ, വെള്ള പുതപ്പിച്ച് കിടത്തുന്നിന്നെ ഞാൻ. വിട്ടുകളയടാ. ഈ നശിച്ചവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാടാ. നിനക്കിതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു മോളെ. എന്നോട് ക്ഷമിക്കണം ബാലമാമേ. മാമനോട് പറയാതെ ഭക്ഷണം കൊണ്ടുപോയത് തെറ്റായിപ്പോയി. ഇനി അതുണ്ടാവില്ല. ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. അയ്യോ, അക്കുചേട്ടന് 3 മിസ് കോൾ ഉണ്ടല്ലോ. എന്താ അക്കുചേട്ടാ വിളിച്ചിരുന്നേ? ഞാൻ എപ്പോഴാ മിസ് കോള് കണ്ടേ? നീ എവിടെയായിരുന്നു? അതോ, ഒരു കൊടുങ്കാറ്റ് വീശി കഴിഞ്ഞതേ ഉള്ളൂ. കൊടുങ്കാറ്റോ? ഞാൻ ശ്രേയയ്ക്ക് ഫുഡ് കൊണ്ടേ കൊടുത്തല്ലോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ ശ്രേയ അമ്മായിയെ വിളിച്ച് എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ ചാരു ആരാ, എന്താ അവളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കി. അത് കേട്ട് അമ്മായി അരവിന്ദേട്ടനൊക്കെ എന്റെ നേരെ വന്നു. ബാലമാമനുണ്ടായിരുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഒന്നിനും പോണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. അക്കുച്ചേട്ട നിക്ക്, ഞാൻ പറയട്ടെ. ഭക്ഷണം കൊണ്ടുകൊടുത്താ ശ്രേയനോട് സ്നേഹത്തോടെ പെരുമാറുന്ന കരുതിയിട്ടല്ല ഞാനത് ചെയ്തത്. പിന്നെ ഫുഡ് കൊടുക്കുമ്പോ ശ്രേയ വഴക്കുണ്ടാക്കുന്ന എനിക്കറിയായിരുന്നു. എന്റെ ഉദ്ദേശം അവൾ ഇവിടെ തിരിച്ചു വരണമെന്നായിരുന്നു. ദേഷ്യം കാരണം ശ്രേയ അമ്മായിയോട് അരവിന്ദനോട് സംസാരിക്കാറില്ലല്ലോ. അവൾ ഇവിടെ വരണമെങ്കിൽ അവളോട് സംസാരിക്കണം. അതിനുവേണ്ടി ശ്രേയ ദേഷ്യപ്പെടുത്തുക മാർഗമുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ ശ്രേയ അമ്മായിയെ വിളിച്ചത്? അതുകൊണ്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഇതുവരെ അമ്മായിയോട് സംസാരിക്കാതിരുന്ന ശ്രേയ ഇന്ന് വിളിച്ചില്ലേ? അക്കുചേട്ടൻ നോയിക്കോ, എന്റെ അടുത്ത നീക്കത്തിൽ ശ്രേയ വീട്ടിലെത്തിയിരിക്കും. എനിക്കറിയില്ല എന്താ നീ പറയുന്നതെന്ന്. നല്ലതാണെങ്കിൽ നടക്കട്ടെ. നീ കഴിച്ചോ? ഇല്ല, കഴിക്കണം. അക്കുചേട്ടൻ കഴിച്ചായിരുന്നോ? ഇല്ല. സമയമായല്ലോ, പിന്നെന്താ കഴിക്കാത്ത? കുറച്ച് അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു. കഴിച്ചോളാം. ശരി. ഓക്കെ, ബൈ.